ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കാൻ പോകുന്ന മീൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഈ മീൻ കണ്ട് ഞാൻ ഞെട്ടി. ഇതിൻ്റെ പേര് പൈന്തി എന്നാണ്. നമ്മുടെ ആവോലിയുടെയൊക്കെ കുറച്ച് വലിയൊരു കാറ്റഗറി പെടുന്നൊരു മീനാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ ചെത്തി ചെത്തി എടുക്കണം. അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ടിത് കണ്ടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്നൊരു പരിപാടിയല്ലെന്ന്. നേരെ എൻ്റെ ഭർത്താവിനെ വിളിച്ചു, ചേട്ടാ ഇത് വന്ന് കട്ടിച്ച് തന്നു കഴിഞ്ഞാൽ കൂട്ടാൻ വെച്ച് തരാം, അല്ലാതെ എന്നെക്കൊണ്ട് ഇത് കണ്ടിക്കാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വന്ന് പീസ് പീസാക്കി തന്നു. അപ്പോൾ ഇത്രയും മീനും കൂടെ നമ്മൾ കറി വെക്കുന്നില്ല. ഇപ്പം നമ്മൾ കുറച്ച് മാത്രമേ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇത്രയും മീനെ നമ്മൾ കറി വെക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. അത് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 9 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 8 to 9 അല്ലി വെളുത്തുള്ളിയും ആണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ്, കുടംപുളി ഒരു 4 പീസ് കുടംപുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഉപ്പ് അളവ് പറയാത്തത് എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് ഇടണം. സാധാരണ ഇച്ചിരി പീസ് മീനൊക്കെ കുറച്ച് ഉപ്പൊക്കെ കൂടുതലിടണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഗ്രേവി തിളയ്ക്കുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ഇട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ടും എല്ലാം ഒന്ന് അലൈൻമെൻറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മീനെല്ലാം ചാറിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ ചാറിൽ മുങ്ങി കൊടുക്കാത്ത മീനെല്ലാം നമ്മളൊരു തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഗ്രേവിയൊക്കെ എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ മീനൊക്കെ വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടുക്കള നല്ലപോലെ തേച്ച് കഴിക്കണം. മീൻ അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കവിടെ എല്ലാം കട്ട് ചെയ്ത സ്ഥലങ്ങൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ തുടച്ച് 2-3 വട്ടമൊക്കെ സോപ്പിട്ടൊക്കെ തേച്ച് കഴുകി ഞാൻ എടുക്കും. കുറച്ച് പാത്രങ്ങളും ഉണ്ട് എനിക്കിനിയും കഴുകാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തേച്ച് കഴുകി ഒക്കെ എടുക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് എൻ്റെ മീൻകറി അവിടെ റെഡിയായി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം പാത്രം എല്ലാം കഴുകി കളഞ്ഞു. സിങ്കും നല്ലപോലെ അങ്ങ് തേച്ച് കഴുകും. അതുകൊണ്ട് തന്നെ നല്ല മണമൊന്നും വരത്തില്ല. ഈ സാധാരണ മീൻ വെട്ടി സിങ്കിലൊക്കെ വെച്ച് വെട്ടിക്കഴിയുമ്പോൾ നല്ല മണം വരും മീൻ വെട്ടിയതിൻ്റെ. അപ്പോൾ ആ മണമൊന്നും ഇല്ലായിരിക്കും. നല്ലപോലെ എല്ലാം തേച്ച് കഴുകി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിന് ചാറൊക്കെ വറ്റി കുറുകി ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കെടുത്ത് വട്ടം കറക്കിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി പൈന്തി കറി റെഡി ആയിട്ടുണ്ട്.